നിങ്ങൾക്കറിയാം, ഒരു 10 രൂപ നമ്മൾ ബിസിനസ്സിൽ മുടക്കിയിട്ട് നമുക്ക് 11, 15, 20 രൂപ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും. ചില ആളുകൾ ഇതേ ബിസിനസ് നമ്മൾ മുടക്കുന്ന അതേ 10 രൂപ മുടക്കിയിട്ട്, നമ്മളിടുന്ന അതേ എഫേർട്ട് മുടക്കിയിട്ട് ശരിക്കും ഒരു 100, 200, 500 രൂപ അവരുണ്ടാക്കണോ? അതെ, പല ബിസിനസ്സുകളും പല പെർഫോമൻസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബിസിനസ്സും പതിയെ പതിയെ അങ്ങനെ ഒരു പെർഫോമൻസ് ഇമ്പ്രൂവ്മെന്റ് നേടണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ പ്രൊഡക്റ്റിലോ സർവീസിലോ നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തിയിലെങ്കിലും നമ്മൾ ഒരു യുണീക്നെസ് കൊണ്ടുവരാൻ ശ്രമിക്കണം. പല കാര്യങ്ങളും സിസ്റ്റമാറ്റിക്കായി ഡീൽ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ സ്റ്റാൻഡർഡൈസ് ചെയ്യണം. ടെക്നോളജി പോലുള്ള പല ഫീച്ചറും ഉപയോഗപ്പെടുത്തിയിട്ട് പലതും നമുക്ക് മോഡേണൈസ് ചെയ്യാം. കഴിയുമെങ്കിൽ പല ജോലികൾ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാനും പറ്റും. ശരിക്കും ഞാനും എൻ്റെ ടീമും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ ഒരു മേഖലയിലാണ് കേട്ടോ. പല സംരംഭങ്ങളിലും അവരെ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പല ജോലികളിലും പെർഫോമൻസ് ഇമ്പ്രൂവ്മെന്റ് വരുത്താൻ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ടെക്നോളജിയും ഏറ്റവും പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇന്റലിജൻസ് പോലുള്ള ഫീച്ചറിലൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യാണ് ശരിക്കും ഞങ്ങളെ പ്രൊജക്റ്റിലൂടെ ഞങ്ങൾ ശരിക്കും ചെയ്യണത്. ശരിക്കും ഇങ്ങനെ ഒരു ടീമോ ടെക്നോളജിയോ അല്ല ആദ്യം നിങ്ങൾക്ക് വേണ്ടത്. ഈ പെർഫോമൻസിൻ്റെ ഒക്കെ റൂട്ട് ശരിക്കും നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ബിസിനസ്സിനകത്ത് എങ്ങനെ പെർഫോമൻസ് ഇമ്പ്രൂവ്മെന്റ് ചെയ്യണം എന്നുള്ളത് വിശദമായിട്ട് നിങ്ങൾ അന്വേഷിക്കുക, പ്ലാൻ ചെയ്യുക. ഇതെല്ലാം പതുക്കെ പതുക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നിങ്ങൾ ധൈര്യപ്പെടും കൂടെ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ 10 രൂപ നമുക്ക് 100ഉം 500ഉം അല്ല, 10,000ങ്ങളും ലക്ഷങ്ങളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും കഴിയും എന്നുള്ളതാണ്.